ഇത് പോകുമ്പോൾ എനിക്കിത് പൊട്ടാസായിട്ട് പോലും തോന്നില്ല, അതുപോലും തോന്നില്ല. പൊട്ടാസിന് ചെറിയ ശബ്ദമെങ്കിലും ഉണ്ടാവും. അങ്ങോട്ട് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ആദ്യം കേട്ടതാണല്ലോ, അല്ല ഇന്നലെ ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞ ശേഷം ആദ്യം പൊട്ടിയതാണ്. ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ ഇനി പൊട്ടാൻ പോകുന്നൊരു സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് വി ഡി സതീശൻ കുറച്ച് ഗൃഹപാഠമൊക്കെ ചെയ്യുന്നതാണ്. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടത്, ഞാൻ വി ഡി സതീശനെ കുറ്റപ്പെടുന്നില്ല, ആരുടെയൊക്കെ ഉപദേശത്തിനനുസരിച്ചാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത്. ആ ഉപദേശികളൊന്നും വി ഡി സതീശന് ഗുണകരമല്ല, വാരിക്കുഴിയിലേക്ക് ചാടിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒന്ന് ഗൃഹപാഠം ചെയ്യുന്നത് വി ഡി സതീശൻ ഗൃഹപാഠം ചെയ്യുന്നത് നല്ലതാണ്. കാരണം അദ്ദേഹം ഇരിക്കുന്ന കസേര അങ്ങനത്തെ കസേരയാണ്. കാരണം ഇതൊരു പോലീസ് കേസായിരുന്നു, ഇത് സിവിൽ കേസാണ്, അതൊരു കുടുംബ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഒരാൾ കുടുംബ പ്രശ്നം, ആ കുടുംബ പ്രശ്നത്തിലെ തർക്കങ്ങളും വിതർക്കങ്ങളുമൊക്കെ ആണോ ഒരു രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറേണ്ടത്? സിവിൽ കേസുകൾ ധാരാളം ഉണ്ടാകും, സ്വത്ത് ഓഹരി വെക്കുന്നതിൽ തർക്കങ്ങളുണ്ടാകും, അതൊക്കെ കുടുംബ പ്രശ്നമാണ്. ആ കുടുംബ പ്രശ്നങ്ങളിൽ ഓരോ ആൾക്കാർക്കും ഉണ്ടാകും. അതൊക്കെയാണോ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം കുടുംബ പ്രശ്നമാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ളതല്ല. നിങ്ങളെപ്പോലെ തന്നെ നമ്മളും അത്ഭുതത്തോടു കൂടിയാണ് ഈ വാർത്തകളെല്ലാം കേട്ടിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ നമുക്ക് പോലും ഇതൊന്നും വിശ്വസിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ വി ഡി സതീശൻ്റെ പറച്ചിൽ കേട്ടാൽ വിചാരിക്കും അത് ബി ജെ പിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ച ആരോപണം. ഞങ്ങളാരും ഉന്നയിച്ചിട്ടില്ല. ഈ ആരോപണം ഉന്നയിച്ച ആളുകളൊക്കെ അവരെ സ്വന്തക്കാരായിട്ടുള്ള ആളുകളാണ്, ഞങ്ങളുടെ ആരും അല്ലല്ലോ. അപ്പം അതിൽ എന്തിനാ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അത്തരമൊരു ആരോപണം വരുമ്പോൾ, അത്തരം പ്രശ്നം വരുമ്പോൾ അതിനെ മനുഷ്യത്വപരമായിട്ട് കാണണം. മനുഷ്യത്വപരമായിട്ട് കണ്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടെ നിൽക്കാൻ ആർക്കും സാധിക്കില്ല. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്, കോൺഗ്രസ് നേതൃത്വം ആദ്യം ചെയ്യേണ്ടത്, അദ്ദേഹത്തോട് MLA സ്ഥാനം രാജിവെക്കാൻ പറയണമായിരുന്നു. അതല്ലേ ഒരു സാമാന്യ മര്യാദ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എങ്ങനെയാണ് പാലക്കാട് പോവുക? പാലക്കാട്ടെ സ്ത്രീകൾ കുറ്റിച്ചൂലുമായിട്ട് കാത്തിരിക്കുന്നുണ്ട്, എങ്ങനെയാണ് പോവുക? അതിൽ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ, അതിലെന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ? അപ്പം അത് മനസ്സിലാക്കാനാണ് വി ഡി സതീശൻ തയ്യാറാകേണ്ടത്. ഹൃദയവേദന എനിക്ക് ഇന്നലെ കേട്ടിട്ട് അത്ഭുതം തോന്നിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കിയത് ഹൃദയവേദനയോട് കൂടിയിട്ടാണ്. എന്തിനാണ് വി ഡി സതീശൻ ഇത്ര ഹൃദയവേദന?